ഹലോ, ഇറ്റ്സ് മീ രഞ്ജുട്ടി. അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പൊ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് വെച്ചാൽ എന്റെ ഇൻസ്റ്റാഗ്രാം റീൽസിലെ കുറച്ച് കമന്റ്സിനും അതുപോലെ മെസ്സേജസിനും ഒരു റിയാക്ഷൻ വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഐശ്വര്യമായിട്ട് തുടങ്ങാം. അതിന്റെ മുന്നേ പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യാന്നല്ലാതെ വേറെ കൂടുതൽ പരിപാടിക്കൊന്നും നടത്താറില്ല. കാരണം ഒരുപാട് മെസ്സേജസ് ഉണ്ടാവും. അതുപോലെ ഇടയ്ക്ക് റീൽ ഇട്ട് കഴിഞ്ഞ ശേഷം കമന്റ്സിന് എല്ലാത്തിനും റിപ്ലൈ കൊടുക്കാറില്ല, ജസ്റ്റ് ലൈക്ക് കൊടുക്കാറുള്ളൂ. അങ്ങനെ ചെയ്യാന്നല്ലാതെ അതിൽ കൂടുതൽ ഒരു പരിപാടികളും എനിക്കില്ല. അപ്പൊ ഇന്നാളിപ്പോൾ 2 ദിവസം നോക്കിയപ്പോൾ ഒരുപാട് മെസ്സേജസും അതുപോലെ കമന്റ്സും കണ്ടു. അപ്പൊ എന്തായാലും അതിനൊരു റിയാക്ഷൻ വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോ തുടങ്ങുന്നത്. അപ്പൊ നമ്മുടെ ഇൻബോക്സിൽ വന്നിട്ടുള്ള, അതായത് നമ്മുടെ വീഡിയോയുടെ അടിയിൽ വന്നിട്ടുള്ള കുറച്ച് കമന്റുകളാണ് കേട്ടോ. ഫസ്റ്റ് കമന്റ് എന്ന് പറയുന്നത് ഓ എന്ത് വെറുപ്പിക്കലാണ്. ഇതാണ് ഫസ്റ്റ് കമന്റ്. എന്താണ് വെറുപ്പിക്കൽ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിച്ചെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. തരക്കേടില്ലാത്ത രീതിയിലാണ് ഞാൻ വീഡിയോ ചെയ്യുന്നതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പക്ഷെ എന്താണ് വെറുപ്പിക്കൽ എന്നുള്ളത് കുറച്ചും കൂടെ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നെങ്കിൽ പറയായിരുന്നു എന്താ ഉദ്ദേശിച്ചത് എന്നുള്ളത്. വീണ്ടും വന്ന കമന്റ് എന്ന് വെച്ചാൽ സെയിം തന്നെയാണ് കേട്ടോ. ഈ വെറുപ്പിക്കലൊന്നും വെറുപ്പിക്കൂടെ, മനസ്സിലാവണില്ല എന്താണ് വെറുപ്പിക്കൽ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. കമന്റ് ചെയ്തിട്ടുള്ള 2 ഇതിലായതുകൊണ്ട് തന്നെ ചോദിക്കട്ടെ, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വീഡിയോ ചെയ്യാത്തതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ നിങ്ങൾ വെറുപ്പിക്കൽ എന്ന് പറയുന്നത്. എന്താണ് നിങ്ങളുടെ ഇഷ്ടം എന്നുകൊണ്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് വീഡിയോ ചെയ്യാൻ ഞാൻ ട്രൈ ചെയ്യാം. പിന്നെ വന്നിട്ടുള്ള ഒരു കമന്റ് എന്ന് പറയുന്നത്, നിങ്ങളൊരു ടീച്ചറല്ലേ, കുട്ടികൾക്ക് മാതൃക ആവേണ്ട നിങ്ങൾ ഇങ്ങനെ നടക്കുന്നത് മോശമാണ് എന്നുള്ള രീതിയിൽ. എന്താണ്, ഞാൻ അങ്ങനെ മോശമായിട്ടുള്ള രീതിയിലൊന്നും നടക്കുന്നില്ല. എൻ്റേതായിട്ടുള്ളൊരു മാനർ കീപ്പ് ചെയ്തുകൊണ്ടുള്ള നല്ല രീതിയിലുള്ള വീഡിയോസാണ് ഞാൻ പോസ്റ്റ് ചെയ്യുന്നത്. ഒരു പക്ഷേ ഞാൻ കുട്ടികളെ പ്രൊമോട്ട് ചെയ്യുക ഒന്നും ചെയ്യുന്നില്ല വീഡിയോ ഇടാൻ വേണ്ടിയിട്ട്. എൻ്റെ ഇഷ്ടത്തിന് ഞാൻ കുറച്ച് നല്ല രീതിക്കുള്ള വീഡിയോസ് ചെയ്യുന്ന, ഞാൻ ഒരു പക്ഷേ മൂടായിട്ടുള്ളതോ അങ്ങനെയുള്ളതൊന്നും അല്ല ചെയ്യുന്നത്. പിന്നെ എന്താണ് മോശം എന്ന് ഉദ്ദേശിച്ച് എനിക്ക് മനസ്സിലായിട്ടില്ല. പിന്നെയുള്ള കാര്യം എന്ന് വെച്ചാൽ പലപ്പോഴും രക്ഷിതാക്കൾ എന്നെ പറയാറുണ്ട്, കുട്ടികൾ, അതായത് ചെറിയ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഒരുപാട് കുട്ടികളെ ആ ഒരു രീതിക്കുള്ള വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവർ പലരും എന്ത് ചെയ്യാറുണ്ട്, നമ്മളെ ഇൻബോക്സിൽ, യൂട്യൂബിൻ്റെയും അതുപോലെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഒക്കെ ഇൻബോക്സിൽ എന്ത് ചെയ്യാറുണ്ട്, മെസ്സേജ് കമൻറ്റ് ചെയ്യാറുണ്ട്. അതായത് പാരൻസിൻ്റെ ഫോണിൽ നിന്ന് അവർ കമൻറ്റ് ചെയ്യാറുണ്ടെന്നാണ് പാരൻസ് വന്നിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഞാൻ എല്ലാ രീതിക്കും നല്ല രീതിയിലുള്ള ഒരു ഇത് കീപ്പ് ചെയ്തുകൊണ്ടാണ് വീഡിയോ ചെയ്യുന്നത്. അല്ലെങ്കിൽ എക്സ്പോസ്ഡ് ആയിട്ടുള്ള ഭയങ്കര വൾഗർ ആയിട്ടുള്ള രീതിയിൽ അല്ലെങ്കിൽ തെറി പറയുന്ന രീതിക്ക് ഒന്നുമുള്ളൊരു വീഡിയോസും ചെയ്യുന്നില്ല. പിന്നെ എന്താണ് നിങ്ങളുടെ ഉദ്ദേശം മനസ്സിലാവുന്നില്ല. മോശം മാറ്റാനുള്ള എന്തെങ്കിലും വഴി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ഉദ്ദേശിച്ച രീതിക്ക് എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ ഒരു കമന്റ് ബോക്സിൽ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്നായിരിക്കും. പിന്നെ വന്നിട്ടുള്ള മെസ്സേജ് എന്താണെന്ന് വെച്ചാൽ, സെക്സി ലുക്കൊന്ന് ട്രൈ ചെയ്തുകൂടെ എന്നാണ് എന്നോട് ചോദിച്ചിട്ടുള്ളത്. മെസ്സേജാണ് കേട്ടോ, DM ആയിട്ട് വന്നിട്ടുള്ളതാണ്, കമന്റ് അല്ല, മെസ്സേജ് ആയിട്ട് വന്നിട്ടുള്ളതാണ്. സെക്സി ലുക്ക് ഒന്ന് ട്രൈ ചെയ്തുകൂടെ? എനിക്ക് താല്പര്യമില്ല ഗൈസ്. എന്താണ്, എൻ്റെ മുഖത്തിന് സെക്സി ലുക്ക് ചെയ്യൂല. മാത്രമല്ല എനിക്ക് അതിനോട് വലിയ താല്പര്യമില്ല. അതായത് ആ ഒരു രീതിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സെക്സി ലുക്ക് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം കുറച്ച് എക്സ്പോസ് ചെയ്തിട്ടാണ് അവർ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. പിന്നെ DM ആയിട്ട് വന്നതുകൊണ്ട് ഉദ്ദേശിച്ച കാര്യം നല്ലതല്ല എന്ന് മനസ്സിലാക്കാനുള്ള ഒരു പ്രാപ്തി കൂടി എനിക്കുള്ളത് കൊണ്ട് ഞാൻ വല്ലാതെ അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. കാരണം എനിക്കതൊന്നും താല്പര്യമില്ല. പിന്നെ വന്നിട്ടുള്ളൊരു മെസ്സേജ് എന്ന് പറഞ്ഞാൽ, തന്നെ കെട്ടിയാലോ എന്നൊരാഗ്രഹം എന്നുള്ളതാണ്. അപ്പോൾ ഈ എന്തടിസ്ഥാനത്തിലാണ് എന്നെ കെട്ടിയാലോ എന്നുള്ളത് ചോദിക്കുന്നത് എനിക്ക് മനസ്സിലാവണില്ല. ഒരു വീഡിയോ ഒക്കെ കണ്ടിട്ട് നമ്മളെ ഒരാളുടെ പേഴ്സണാലിറ്റി ഒന്ന് മനസ്സിലാക്കാൻ തന്നെ കെട്ടിയാലോ എന്ന് ചോദിക്കുന്നത് അത് ശരിയായിട്ടുള്ളൊരു കാര്യമല്ല. അപ്പോൾ സത്യം പറഞ്ഞാൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം എന്ന് പറയുന്നത് മാട്രിമോണിയിലേക്ക് മാറാൻ പോകുന്ന രീതിയിലാണ് നിൽക്കുന്നത്. കാരണം ഐ ലവ് യു, എനിക്ക് ഇഷ്ടമായി, എനിക്ക് ഇന്ന ജോലിയാണ്, എനിക്ക് ഇത്ര വയസ്സായി, ഞാൻ കല്യാണം തിരയുന്നു എന്നുള്ള രീതിക്കുള്ള ഒരുപാട് മെസ്സേജുകളാണ്. അപ്പൊ അതിനൊക്കെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലൂടെ മെസ്സേജ് അയക്കാതെ മാട്രിമോണിയിലൊക്കെ ചെന്ന് നോക്കുക, നല്ല ഒരുപാട് പെൺകുട്ടികളെ കിട്ടും. പക്ഷെ പറയാൻ പറ്റില്ല, ഇന്നത്തെ കാലത്ത് ഒരുപാട് ഇൻസ്റ്റാഗ്രാം പ്രണയങ്ങൾ പോവാടിയുന്നത് കൊണ്ട് ആ ഒരു ഉദ്ദേശത്തോടെ ആയിരിക്കും ഇങ്ങനെ മെസ്സേജ് അയക്കുന്നത്. പിന്നെ വന്നിട്ടുള്ള മെസ്സേജ് എന്ന് വെച്ചാൽ, എന്തൊരു ജാടയാണ്, മെസ്സേജ് അയച്ചാൽ ഒന്ന് നോക്കാൻ പോലും നേരമില്ല, അല്ലെങ്കിൽ നോക്കൽ പോലും ഇല്ല എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു, എൻ്റെ ഇൻസ്റ്റാഗ്രാം എന്ന് പറയുന്നത് ഞാൻ റീൽ അപ്ലോഡ് ചെയ്യാൻ മാത്രം, റീല് അതുപോലെ റീല് ട്രെൻഡിങ് ആയിട്ടുള്ള റീല് കാണുക, സ്റ്റോറി ഇടുക, ഈ ഒരു പർപ്പസ്ഫുള്ളി മാത്രം യൂസ് ചെയ്യുന്നതാണ്. അതുപോലെ അല്ലാണ്ട് മെസ്സേജസ് വന്നിട്ടുണ്ടാവും, ഒരുപാട് പേര് ഫ്രണ്ട്സൊക്കെ അയക്കാറുണ്ട്. പക്ഷെ ഞാനതൊന്നും നോക്കാറുമില്ല. ഇടയ്ക്ക് എപ്പോഴെങ്കിലും കയറുമ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കും എന്നല്ലാതെ. പിന്നെ ഈ പറയുന്ന അറിയാതെ അല്ലെങ്കിൽ ഞാൻ ഫോളോ ചെയ്യാത്ത ആളുകൾ മെസ്സേജ് അയക്കുമ്പോൾ അതെനിക്ക് മെസ്സേജ് ആയിട്ടല്ല കാണുന്നത്, റിക്വസ്റ്റിലാണ് കിടക്കുക. നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, അത് പെട്ടെന്ന് അങ്ങനെ ശ്രദ്ധിക്കുന്നില്ല. അല്ലാണ്ട് എനിക്ക് ജാടയൊന്നുമില്ല. ഈ ജാട എന്ന് ഉദ്ദേശിക്കുന്നത് മെസ്സേജ് അയക്കാത്തത് കൊണ്ട് ഒരാളെ ജാടയാണെന്നുള്ള രീതിയിൽ വിലയിരുത്താൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ.
പിന്നെ വന്നിട്ടുള്ളൊരു കമൻറ്റ് എന്താണെന്ന് വെച്ചാൽ ഡ്രസ്സ് ഒന്ന് മാറ്റി പിടിച്ചൂടെ, ഷോർട്ട് സ്കേർട്ട് ആൻഡ് ടോപ്പൊക്കെ ഒന്ന് ട്രൈ ചെയ്തൂടെ എന്ന് ചോദിച്ചിട്ടുണ്ട്. എനിക്ക് അതിനോട് വലിയ താല്പര്യമില്ല എന്ന് വെച്ചാൽ എനിക്കൊരു നാടൻ ആ ഒരു ലുക്കിൽ നടക്കാനാണ് എനിക്ക് ഇഷ്ടം. ജീൻസും ടോപ്പൊക്കെ ഇടാറുണ്ട് എപ്പോഴെങ്കിലുമൊക്കെ, പിന്നെ പട്ടുപാവാട മിഡി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇടും. ഷോർട്ടായിട്ടുള്ള അല്ലെങ്കിൽ ഒരു എക്സ്പോസ്ഡ് ആയിട്ടുള്ള ഇതുവരെ അങ്ങനെ ഒരു താല്പര്യം തോന്നിയിട്ടില്ല. പലരും ഫ്രണ്ട്സൊക്കെ ചോദിക്കാറുണ്ട് അങ്ങനത്തെ കിട്ടൂടെ എന്നുള്ളത്. പക്ഷെ ഇനി വരുമോ എന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. ഇപ്പം എന്തായാലും എനിക്കതുകൊണ്ട് വലിയ താല്പര്യമൊന്നും. പിന്നെ വന്നിട്ടുള്ള കമന്റ് എന്ന് പറഞ്ഞാല് കമന്റ് അല്ല കേട്ടോ, DM ആണ്, മെസ്സേജ് ആണ്. ജസ്റ്റ് ട്രൈ ബിക്കിനി മാൻ ആൻഡ് ഡു വീഡിയോ വിത്ത് ഇറ്റ്. ആ മെസ്സേജ് കണ്ടാൽ തന്നെ കക്ഷിയുടെ ഉദ്ദേശം മനസ്സിലായല്ലോ അല്ലേ. അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് വൾഗറായിട്ടുള്ള തെറി അങ്ങനെയുള്ള രീതിക്കുള്ള ഒരുപാട് മെസ്സേജുകൾ വന്നിട്ടുണ്ട്. പക്ഷെ ഞാൻ കൂടുതലായിട്ടുള്ള അങ്ങനത്തെ ഒന്നും എടുത്തിട്ടില്ല. 1-2 നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന രീതിക്കുള്ള കാര്യങ്ങൾ എടുത്തിട്ടുള്ളൂ. അപ്പം എന്താണ് ജസ്റ്റ് ട്രൈ ബിക്കിനി മാൻ ആൻഡ് ഡു വീഡിയോ വിത്ത് ഇറ്റ് ചോദിച്ച ആളുടെ ആഗ്രഹമല്ലേ അല്ലേ, നമുക്കൊന്ന് സാധിച്ചു കൊടുക്കാം. അലക്സ പ്ലേ ദ വീഡിയോ. ഇനിയുള്ളത് ഫുൾ നമ്മുടെ മെസ്സേജസ് ആണ് കേട്ടോ. മെസ്സേജസ് ആയിട്ട് വന്നിട്ടുള്ളതാണ്. ഫസ്റ്റ് ഒരു ചേട്ടൻ ഡെയിലി ഗുഡ് മോർണിംഗ് അയക്കുന്ന ഒരു ചേട്ടൻ ഉണ്ട്. ആ ചേട്ടൻ ചോദിച്ചതാണ്, എവിടെ മുത്തേ നീ ഒരു വിവരവും ഇല്ലല്ലോ, എന്തു പറ്റി? എനിക്ക് വിവരമില്ല എന്നാണോ താങ്കൾ ഉദ്ദേശിച്ചത്? അങ്ങനെ ചോദിച്ചാൽ കുഴപ്പമില്ല, വിവരം ഉണ്ട്. അല്ലെങ്കിൽ ഞാൻ ഇവിടെ ഉണ്ട് എന്നാണ് ഉദ്ദേശിച്ചതെങ്കിൽ ഞാൻ ഇവിടെ ഉണ്ട്, സുഖമായിട്ടിരിക്കുന്നു. ചേട്ടാ സുഖമായിട്ടിരിക്കുന്നു. ഇനി മെസ്സേജ് അയച്ചിട്ടുള്ള ഒരാളെ കാര്യം പറയുന്നത് കോമഡിയാണ്. കോമഡി എന്ന് വെച്ചാൽ ഞാൻ ഇൻസ്റ്റാഗ്രാം തുടങ്ങിയ സമയത്ത് ഞാൻ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്ന ഇയാൾ, അതായത് ഒരു പ്രായമുള്ള ആളുടെ DP ആയിരുന്നു. അയാളുടെ DP തന്നെയാണെന്ന് എനിക്കറിയില്ല, പ്രായമുള്ള ഒരു DP ആണ്. അപ്പോൾ പാവല്ലേ എന്ന് തോന്നിയിട്ട് ഞാൻ ഫോളോ ചെയ്തു എന്നതേ ഓർമ്മയുള്ളൂ. പിന്നെ ഫുള്ള് മെസ്സേജസ് ആയിരുന്നു. അദ്ദേഹത്തിന്റെ നക്ഷത്രം തിരുവാതിര ആണെങ്കിൽ നക്ഷത്രം, എൻ്റെ ഫാഷൻ ഷോ എങ്ങനെയുണ്ട്, എൻ്റെ സ്റ്റാറ്റസിൽ നോക്കും എന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. പിന്നെ ഹേ ഹംസം, എനിക്ക് കല്യാണം കഴിക്കാൻ ഒരു പെണ്ണിനെ വേണമെന്ന് പറഞ്ഞിട്ട് എന്തായി? ഞാൻ ആരാ ദൈവമേ, ബ്രോക്കറോ? പിന്നെ ചോദിച്ചത്, ഹംസമേ നിന്റെ കാര്യം വല്ലതും നടക്കുമോ? മോദിയെ പോലെ ആയി തീരാനാണോ എൻ്റെ ഡ്യൂട്ടി? ഇതൊക്കെയാണ് അദ്ദേഹം അയക്കുന്ന മെസ്സേജസ്. ചേട്ടന് കല്യാണം കഴിഞ്ഞിട്ടില്ല, അപ്പൊ ചേട്ടനെ കല്യാണം കഴിക്കണം. ഇതിൽ ആരെങ്കിലും ചേട്ടനെ കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ദയവ് ചെയ്തൊന്ന് മെസ്സേജ് അയക്കും. അപ്പോൾ ആ ചേട്ടൻ എൻ്റെ വീഡിയോസിനൊക്കെ കമൻറ്റ് ഇടാറുണ്ട്, പക്ഷെ റെസ്ട്രിക്റ്റഡ് ആണ്, ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കമൻറ്റ് ബോക്സിൽ താഴെ റെസ്ട്രിക്റ്റഡ് ആയിട്ടാണ് കമൻറ്റ് വരുന്നത്. എന്നാലും ഞാൻ ഇടയ്ക്ക് നോക്കും മെസ്സേജസ്, അപ്പം നമുക്ക് നോക്കാൻ പറ്റുമല്ലോ. അപ്പോൾ അതിലുള്ള കോമഡിയാണ്. എന്താണ്, നിന്റെ കല്യാണം കഴിഞ്ഞോ? ഞാൻ നിന്റെ കല്യാണം കഴിച്ചോട്ടെ, നിന്റെ കല്യാണം ഇതുവരെ കഴിഞ്ഞിട്ടില്ല, ഞാൻ ഒറ്റയ്ക്കാണ്, സങ്കടമാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്, അയ്യോ ഫുൾ അങ്ങനെയുള്ള മെസ്സേജസ് ആണ്. സംഭവം പറയുകയാണെങ്കിൽ സത്യത്തിൽ ഞാൻ കുടുങ്ങിയിരുന്നു. പക്ഷെ ഇപ്പോൾ ഞാൻ വല്ലാതെ മൈൻഡ് ചെയ്യാത്തതുകൊണ്ട് വലിയൊരു പ്രശ്നമല്ല. ബ്ലോക്കും അതുപോലെ കമൻസിൽ റെസ്ട്രിക്റ്റഡ് ഒക്കെ ആക്കിക്കൊണ്ട് വലിയ സീനില്ലാതെ പോകുന്നു. പിന്നെ ഇടയ്ക്കൊരു ഹായ്, ഇടയ്ക്കൊരു ഹാർട്ടിന്റെ ചിഹ്നം, ഇടയ്ക്കൊരു ലവ് ചിഹ്നം, അതിൻ്റെ ഇടയ്ക്ക് വന്ന മെസ്സേജുമാണ് ഇഷ്ടമാണോ തന്നെ, ഇഷ്ടമാണ് നിന്നെ. പിന്നെ അയച്ച കമന്റ് അല്ല, മെസ്സേജ്, നല്ലൊരു മെസ്സേജാണ്. വീഡിയോസ് എല്ലാം സൂപ്പറാണ്, എൻ്റെ ഒരു അഭിപ്രായമാണ് കേട്ടോ. പൊട്ടൊന്ന് ചെറുതാക്കിയാൽ മുഖത്തിന് നല്ലതായി തോന്നും എന്ന് പറഞ്ഞിട്ടുണ്ട്. ദേ ചേട്ടൻ പറയേണ്ട താമസം ഞാൻ പൊട്ട് ചെറുതാക്കിയിട്ടുണ്ട്. പൊട്ട് ചെറുതാണ് കേട്ടോ. പിന്നെ എൻ്റെ സ്റ്റോറി കണ്ടിട്ട് മെസ്സേജ് അയക്കുന്നതാണ്, ഹേയ് നിന്റെ വീഡിയോസ് അടിപൊളിയാ, സാഡ് ആവുമ്പോൾ അതാ കാണാറ്. അപ്പം എനിക്ക് സന്തോഷമുണ്ട് കേട്ടോ. കാരണം സാഡ് ആവുന്ന മൊമെന്റിൽ എൻ്റെ കോമഡിയുള്ള വീഡിയോസ് കണ്ടിട്ട് റിലാക്സേഷൻ ആളുകൾക്ക് കിട്ടുന്നുണ്ടെന്ന് അറിയുമ്പോൾ അതെന്താ പറയുക, എനിക്ക് ഭയങ്കര ഒരു സന്തോഷം തോന്നുന്നുണ്ട്. അങ്ങനെ ഇങ്ങനെ നോക്കുമ്പോൾ ലാസ്റ്റിലേക്ക് ഒരുപാട് നല്ല മെസ്സേജസ് വരുന്നുണ്ട്. അപ്പോൾ അത് എനിക്കും ഭയങ്കര ഹാപ്പിയാണ്. കാരണം പലരും നമ്മൾ ചെയ്ത ഓഡിയോസ് വെച്ചിട്ട് അല്ലെങ്കിൽ ആ വീഡിയോസ് വെച്ചിട്ട് അതുപോലെ ഒരുപാട് പേര് ചെയ്യാറുണ്ട്. അതുപോലെ റിലേറ്റീവ്സ് ആയാലും അറിയുന്ന ആളുകളായാലും ഒക്കെ പറയാറുണ്ട്, ഫുഡ് കഴിക്കുമ്പോഴും അല്ലെങ്കിൽ വെറുതെ ഇരിക്കുന്ന സമയത്തൊക്കെ എൻ്റെ ചെറിയ, അതായത് കുട്ടിയുടെ ആ ഒരു മാനറിസം വെച്ചിട്ട് ചെയ്തിട്ടുള്ള വീഡിയോസ് എല്ലാം ഭയങ്കര ഇഷ്ടമാണ്. അത് കുട്ടികൾ കാണാറുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം നെഗറ്റീവ് കമൻറ്റ്സ് ഉണ്ടെങ്കിലും ഒരുപാട് പോസിറ്റീവ്, കുട്ടിമക്കളല്ല, അവർക്ക് ഇഷ്ടമാവെന്ന് പറഞ്ഞത് വല്ലാത്ത വേറൊരു ഫീലാണ്. വലിയവരെ പോലെയല്ലല്ലോ. അതെനിക്ക് ഭയങ്കര സന്തോഷം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, ആ മെസ്സേജുകളും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ. പിന്നെ ഒരു ചേട്ടനാണ്, ഗുഡ് ഈവനിങ് മോളൂട്ടി, ഗുഡ് നൈറ്റ് സ്വീറ്റ് ഡ്രീം മോളൂട്ടി, ഗുഡ് ആഫ്റ്റർനൂൺ മോളൂട്ടി, ഗുഡ് ഈവനിങ്, ഗുഡ് സ്വീറ്റ് ഡ്രീംസ്, അങ്ങനെ മെസ്സേജ്.
മോർണിംഗ് എണീറ്റാലും നമ്മൾ ഈ മെഡിസിൻ കഴിക്കുന്ന പോലെ 3 നേരം കഴിക്കുന്ന പോലെ രാവിലെ ഒരു മെസ്സേജ്, ഉച്ചയ്ക്കൊരു മെസ്സേജ്, രാത്രി ഒരു മെസ്സേജ്, അങ്ങനെ വേണ്ടാത്ത മെസ്സേജുകളൊന്നുമില്ല. പക്ഷെ ഗുഡ് ഈവനിങ്, ഗുഡ് നൈറ്റ്, ഗുഡ് മോർണിംഗ്, ഫുഡ് കഴിച്ചോ, അങ്ങനെയുള്ള മൂളൂട്ടി കൂട്ടിയിട്ടുള്ള ഒരു വിളിയാണ്. എനിക്ക് തോന്നുന്നു കുറച്ച് ഏജ്ഡായിട്ടുള്ള ആരോ അയക്കുന്നത്. അപ്പൊ അങ്ങനെ മെസ്സേജ് അയക്കുമ്പോൾ തന്നെ നമുക്കറിയാം നമ്മളെ കാര്യമായിട്ട് ഫോളോ ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മുടെ വീഡിയോസ് കാണുന്ന ഒരാളാണ്. നമുക്കിങ്ങനെ ഒരു 3 നേരം മെസ്സേജ് അയക്കാൻ സമയം കണ്ടെത്തുക എന്ന് പറയുന്നത് തന്നെ വലിയ കാര്യമാണ്. അപ്പൊ അതിനെല്ലാത്തിനും കൂടെ ഉള്ളപ്പോൾ പറയാണ് നല്ലതായിട്ടിരിക്കട്ടെ, ഹാവ് എ നൈസ് ഡേ. അതുപോലെ തന്നെ സന്തോഷമായിട്ടിരിക്കട്ടെ എല്ലാ രീതിയിലും. അപ്പൊ അതേ പിന്നെയുള്ള കമന്റ് എന്ന് പറഞ്ഞാൽ കോമഡി എന്നല്ല, ഈ സെയിം കമന്റ് തന്നെ എന്റെ എല്ലാ വീഡിയോസിനും താഴെ ഇടുന്നുണ്ട്. சொன்னா புரியாது சொல்லுக்குள்ள அடங்காது. എന്തോ ഒരു തമിഴും ഹായ് നമസ്കാരം കുട്ടി, സൂപ്പർ ചേച്ചി കുട്ടി, എപ്പിടി ഇருக்கு, ரொம்ப நல்லா இருக்க കുട്ടി, സൗഖ്യമാ. അങ്ങനെ ഒരുപാട് മെസ്സേജ്, അതായത് ഒരു ലെങ്ത് ഉള്ള മെസ്സേജസ് ആണ്. അപ്പൊ ഞാൻ സ്ക്രീൻഷോട്ട് നമ്മളെ സെയിലിൽ കൊടുക്കുന്നത് നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. അപ്പൊ എന്താണ് ഉദ്ദേശിച്ചതെന്ന് എനിക്ക് അറിയില്ല. നമ്മളിപ്പോ ഈ ഓരോ വീഡിയോസിന്റെ താഴെ ചിലരിടുന്ന കണ്ടില്ലേ, എന്താ ഇന്ന പ്രൊഡക്റ്റ് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ ലിങ്കിൽ കയറുക എന്ന് പറയുന്ന പോലെ എന്റെ എല്ലാ വീഡിയോസിനും താഴെ, ഒരുവിധ വീഡിയോസിനൊക്കെ താഴെ ഈ കമന്റ് ഉണ്ട്. എന്താണെന്ന് എനിക്ക് മനസ്സിലാവില്ല, മൂപ്പര് എന്താ ഉദ്ദേശം എനിക്ക് മനസ്സിലാവില്ല. പിന്നെയുള്ള കമന്റ് എനിക്ക് ഭയങ്കര ചിരി തോന്നിട്ടു. കാരണം ഏതാ മോട്ടുമേലിന്റെ ചിരി എന്നുള്ളതാണ് ഉദ്ദേശിച്ചല്ലോ. ആക്ച്വലി എന്റെ പല്ലിന്റെ വലിപ്പം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല വലിപ്പമാണ്. അപ്പൊ എന്റെ പല്ലിന്റെ ചിരി കണ്ടിട്ടാണ് അദ്ദേഹം ഉദ്ദേശിച്ചിട്ടുള്ളത് മോട്ടുമേലിന്റെ ചിരി എന്നുള്ളത്. അങ്ങനെ പല്ല് കാര്യം പറഞ്ഞിട്ട് ഇടയ്ക്കിടയ്ക്ക് മെസ്സേജ് അല്ല കമന്റ് ബോക്സിൽ വരാറുണ്ട് പല്ലിന്റെ കാര്യം പറഞ്ഞിട്ട്. ആക്ച്വലി നല്ല വലിപ്പമുള്ള പല്ലാകുമ്പോൾ നമ്മൾ ചിരിക്കുമ്പോൾ ഫുള്ള് പുറത്തോട്ട് വരുമല്ലോ. അതാണ് എന്തായാലും കക്ഷി ഉദ്ദേശിച്ചിട്ടുള്ളത്. അതുപോലെ ഞാൻ ലാസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ, ഏതാ വീഡിയോ എന്ന് എനിക്ക് ഓർമ്മയില്ല. അപ്പൊ ഞാനിങ്ങനെ എക്സ്പ്രഷൻ ഇടുന്ന സമയത്ത് കണ്ടോ ഇങ്ങനെ മൂക്കിന്റെ ഓട്ട വലുതായിട്ട് ഇങ്ങനെ നിൽക്കുന്നത്. അപ്പൊ തോക്കിന്റെ ഓട്ട പോലെ ഉണ്ട് മൂക്കിന്റെ ഓട്ടാന്നോ, അങ്ങനെ എന്തൊക്കെയോ ചില കമന്റ്, രസകരമായിട്ടുള്ള ചില കമന്റുകളും ചില വീഡിയോയുടെ അടിയിലുണ്ടായിരുന്നു. അപ്പോ നമ്മുടെ ഫൈനൽ ആയിട്ടുള്ള ഒരു മെസ്സേജ് ആണ് കേട്ടോ. ഫൈനൽ ആയിട്ടുള്ള ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു മെസ്സേജോട് കൂടിയിട്ട് നമുക്ക് ഈ വീഡിയോ എന്ത് ചെയ്യാം, മൈൻഡ് അപ്പ് ചെയ്യാം. ഡോയ് തന്റെ വീഡിയോസ് എല്ലാം നൈസ് ആണ് കേട്ടോ, ഹാപ്പി ടു വാച്ച് ആൾ. ഈ വീഡിയോ അടിപൊളിയാണ്, എല്ലാം കാണുന്നതിൽ സന്തോഷം ഉണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ആരാന്നറിയില്ല, അദ്ദേഹമാണോ അദ്ദേഹമാണോ എന്ന് എനിക്കറിയില്ല. അപ്പൊ അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇത്രയാണ് വീഡിയോ എന്ന് പറയുന്നത്. അപ്പൊ രണ്ട് സൈഡ്, നമ്മളിപ്പോ ഒരു കാര്യം എടുക്കുമ്പോൾ രണ്ട് സൈഡ് ഉണ്ടാവില്ല, നെഗറ്റീവും പോസിറ്റീവും. അതുപോലെ ഇനി ഞാൻ വീഡിയോസ് ചെയ്യുന്നതും അങ്ങനെ ഉള്ള അഭിപ്രായങ്ങൾ തന്നെയാണ് പലർക്കും ഉള്ളത്. പക്ഷെ എത്ര നെഗറ്റീവ് മെസ്സേജ് ഉണ്ടെങ്കിലും അതിലേക്ക് ഒരു പോസിറ്റീവ് ഉണ്ടായാൽ തന്നെ നമുക്ക് ഏറ്റവും സന്തോഷം ഉണ്ടാവും. കാരണം നമ്മളെ വീഡിയോസ് കണ്ടിട്ട് സാഡ് മൂമെന്റിൽ ചില ആളുകൾ സന്തോഷിക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ അത് തന്നെ വലിയൊരു കാര്യമാണ്. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ബൈ.